സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ NSSകാരനാണ് മുരാരി ബാബു. പെരുന്നാൾ കരയോഗം വൈസ് പ്രസിഡന്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ്. ആദ്യം ഒരിക്കൽ മത്സരിച്ചുവെങ്കിലും തോറ്റു. അതിനുശേഷം സമവായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്ക് എത്തി. ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഈ സമയത്താണ് പെരുന്നയിലെ NSS ആസ്ഥാനവുമായി അടുത്തത്. ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും NSSലെ പ്രധാനിക്ക് മുരാരി ബാബു നൽകി. തന്ത്രിയുമായും NSSുമായുമെല്ലാം നിരന്തരം സംസാരിച്ച് പെരുന്നയിൽ ആചാര സംരക്ഷകനായി മുരാരി ബാബു മാറി. അതിനുശേഷം ഭാര്യയ്ക്ക് NSS ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണവും നടന്നത്. എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസാണ്. അല്ലാത്തപക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി മുരാരി ബാബു മാറുമായിരുന്നു. അയ്യപ്പന്റെ ഇടപെടലുകളാണ് ഈ കള്ളക്കളികൾ പുറത്തെത്തിച്ചത് എന്നാണ് പെരുന്നക്കാർ പറയുന്നത്. NSSുമായി അടുത്ത ബന്ധം മുരാരി ബാബുവിന് ഉണ്ട്. NSS മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയും ആയിരുന്ന N ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത്. ആദ്യം വാച്ചറായാണ് ജോലിയിൽ കയറിയത്. ഇതിനിടെ പോലീസിൽ ജോലി കിട്ടി. വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭയമായിരുന്നു. അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വച്ചു. തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കി. ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിന്റെ കൊച്ചച്ഛൻ. മുരാരി ബാബുവിന്റെ അച്ഛന് പെരുന്നയിൽ ചെറിയ പലചരക്ക് കടയായിരുന്നു. ഇതിനൊപ്പം പച്ചക്കറി കച്ചവടവും. ഈ ആകുലതകൾ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബുവിനെ രണ്ടാം എൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത്. ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി. ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ സ്ഥിരം ജോലിയും കിട്ടി. പിന്നീട് പലവിധ പ്രമോഷനിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലെത്തി. ഇതിനിടയിലാണ് പലചരക്കുകാരന്റെ മകൻ തേക്ക് കൊട്ടാരമടക്കം പണിതത്. വളരെ കാലം മുമ്പ് അച്ഛൻ മരിച്ചു. ഇന്ന് ആ പലചരക്ക് കട മുരാരിയുടെ കുടുംബത്തിലെ ആരും നടത്തുന്നില്ല. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്കിടെ പെരുന്ന NSS ആസ്ഥാനവുമായി അടുത്ത മുരാരി ബാബു കരയോഗം പദവിയിലുമെത്തി. ആദ്യ തവണ കരയോഗത്തിൽ മത്സരിച്ച മുരാരി ബാബു തോറ്റു. അതിനുശേഷം മുകളിൽ നിന്നുള്ള സമവായ നിർദ്ദേശപ്രകാരം പെരുന്ന കരയോഗത്തിൽ വൈസ് പ്രസിഡന്റായി. അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ചു നടക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്തും അറസ്റ്റുമെല്ലാം. പഠിക്കുമ്പോഴേ CPM അനുഭാവിയായിരുന്നു മുരാരി ബാബു. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ CITU നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു മുരാരി ബാബു.